വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണേ. ചായയും നെയ്യിൽ പൊരിച്ച ബ്രെഡ് ഇതാണ്. എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ആദ്യം ചോദിക്കട്ടെ. കുറേ പണികൾ എടുത്തിട്ടോ. ഇസ്തിരി ഇടാണ്ടിരുന്നു. ഏട്ടൻ്റെ യൂണിഫോമൊക്കെ അതൊക്കെ ഇസ്തിരി ഇട്ട്, പിന്നെ രാത്രിത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാനുണ്ട്. അപ്പോൾ ചെറുപയർ കറിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ദോശ എന്തെങ്കിലും ആക്കണം. ഗോതമ്പ് ദോശ ആക്കാൻ വെച്ചു. അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നെയ്യിൽ പൊരിച്ചെടുക്കുന്ന കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് ബ്രെഡ്. അപ്പോൾ 2 പീസ് മാത്രം ഇവിടെ ബാക്കിയുണ്ടായിന്. അപ്പം ഏട്ടന്ന് രാവിലെ അങ്ങനെ പറഞ്ഞു, അത് വിടക്കാവണ്ട, കേടാക്കി കളയണ്ട എന്നുള്ള പറഞ്ഞപ്പം വൈകുന്നേരത്തേക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ട്, വേറെ കേക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ ഇത് ചൂടാക്കിയിട്ട് നെയ്യിലാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇടാ. അങ്ങനെ അത് ഉപയോഗിക്കാൻ വെച്ചു. ചൂടെടുത്തിട്ട് വയ്യ. നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് പറയണ കേട്ടിങ്ങനെ. ഇവിടെ ഇത്ര നേര് നല്ല വെയിലേനി. ഇപ്പോൾ ഒന്ന് ലേശം അങ്ങനെ ഒന്ന് മങ്ങി വരുന്നുണ്ട്, ഇരുട്ട് കൂടിയിട്ട് വരുന്നുണ്ട്. മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. അങ്ങനെ വല്ലാണ്ടൊന്നും മഴ പെയ്യില്ല ഇവിടെ. കേരളത്തിൽ കണ്ടില്ല, വയനാട്ടിൽ അങ്ങനെ ദുരന്തം നടന്നത് അത് ടി വിയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമാവുകയാണ്. എന്താ ചെയ്യുക? ആർക്കാ എന്താ എപ്പോഴാ സംഭവിക്കാമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് മതി എല്ലാം അവസാനിക്കാൻ. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എപ്പോഴും അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാതെ പോകണം, അത് മാത്രമേ ഉള്ളൂ. ആർക്കും ഒരു ബാധ്യത ആവരുത്, അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അതാ ഒരു നിമിഷം മതി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, പറയാൻ പറ്റില്ല അടുത്ത നിമിഷത്തിൽ എനിക്ക് എന്താ സംഭവിക്കുക എന്നല്ല പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. ബ്രെഡ് നല്ല മുരിഞ്ഞിട്ട് കറ മുറുന്നുണ്ട്. കേൾക്കുന്നില്ല?
3 ബ്രെഡാണ് കേട്ടോ ഉള്ളത്. എന്താ തിന്ന് തീരാത്ത വെച്ചോ. ഞാൻ ലോങ് വീഡിയോ കുറേ ആയിട്ടിട്ട് ഒക്കെ ഷോർട്സിലേക്ക് ഇത്രയും ദിവസം ഇങ്ങനെ ശ്രദ്ധ പോയിരുന്നത്. അതായത് വ്യൂസൊക്കെ കുറഞ്ഞ് ഒരു 10 5 അങ്ങനെയൊക്കെയാണല്ലോ. എന്നാലും വേണ്ടില്ല ഞാൻ ഇട്ടോ വീഡിയോ. ജയിക്കാൻ പറ്റുന്ന സമയം വരെ ഞാൻ പൊരുത്തിക്കൊണ്ട് മുന്നേറും. ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ദൈവത്തിന് മാത്രം തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ദൈവം തോൽപ്പിച്ചാൽ ഈ നിമിഷം കൊണ്ട് തന്നെ എല്ലാം അവസാനിക്കും. അങ്ങനെ ചിലവരൊക്കെ ചിലപ്പം എൻ്റെ അവസാനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അതാരാന്നൊന്നും അറിയില്ല, എന്നാലും ഉണ്ടാവാതിരിക്കില്ല. ആരും അങ്ങനെ നന്നാവുന്ന കാണാനൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. എന്നാലും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആർക്കും ഒരു ശല്യമോ ആർക്കും ഒരു ഉപദ്രവമോ ചെയ്തിട്ടില്ല. എനിക്ക് അതിനെക്കൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ചിലരുടെ മനസ്സിലിരിപ്പ് പറയണമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്, പോയി ചത്തൂടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അവരുടെ മുന്നിൽ ജീവിച്ച് കാട്ടിക്കൊടുക്കണം. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ദൈവം തോൽപ്പിക്കുന്നവരെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. അപ്പം എൻ്റെ ചായ കൂടി കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.